ദേണ്ടേ ചേച്ചിമാരുടെ ഈ പഴങ്കഞ്ഞി കുടിച്ചിട്ടുണ്ടോ? ഇതാണ് ശരിക്കും പോലാണ് അല്ലേ? ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ബിരിയാണിയുടെ പുറകിലായതുകൊണ്ട് ഇന്ന് മുതൽ പഴങ്കഞ്ഞി സനി. ഇനി പഴങ്കഞ്ഞി കടകൾ പരിചയപ്പെടുത്താം. ഈ ഭാഗത്തൊന്നും ഇല്ലല്ലോ ഇത്. അതെ, സംരംഭം. കണവ റോസ്റ്റ് ഉണ്ട്, കക്ക ഇറച്ചി, ചില ദിവസം ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ചിക്കനൊക്കെ ഉണ്ടാവും. കഞ്ഞിക്ക് പാത്രം നിറയെ വിഭവങ്ങളും ഇവിടുണ്ട്. കപ്പയും തൈരും മീൻകറിയും പയറും ചമ്മന്തിയും കൊണ്ടാട്ടവും സ്പെഷ്യലായി കണവ റോസ്റ്റും കക്ക ഇറച്ചിയും ചിക്കൻ കറിയും ഒക്കെ ഇവിടുണ്ട്. ഇങ്ങനൊരു കട ഹരിപ്പാടുണ്ടെങ്കിൽ കച്ചവടം പൊടി പൊടിക്കും. ഹായ്, നമസ്കാരം. എന്താ പിള്ളേരെ വിശേഷം? എല്ലാ ദിവസവും ബിരിയാണി അല്ലേ? ഇന്ന് നമുക്കൊരു വെറൈറ്റി പിടിക്കാം അല്ലേ? ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് മണ്ണാറശാല സ്കൂളില്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ രണ്ട് ചേച്ചിമാർ നടത്തുന്ന ഒരു പഴങ്കഞ്ഞിക്കടയുണ്ട്. പഴങ്കഞ്ഞിക്ക് ഒരുപാട് ഐറ്റം വിഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവരുടെ ഈ ഒരു കുഞ്ഞു സംരംഭത്തിൻ്റെ വലിയ രുചിക്കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടേക്കാം. ആരുടെ കൺസെപ്റ്റാണ് ഇങ്ങനെ ഒരു പഴങ്കഞ്ഞിക്കട തുടങ്ങുക എന്നുള്ളത്? ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ അല്ല, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരിയുടെ ഒരു ഇതിലാണ് ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ വേറൊരു ചേച്ചിയുണ്ട്, പുള്ളിക്കാരിയാണ് ഇതിന്റെ എല്ലാം പറയുന്നത്. ആണോ? ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? ചെയ്യുന്ന ആ ചേച്ചിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടിയാണ്? ഞങ്ങളത് 4 പേരും കൂടെ മാത്രമേ ഉള്ളൂ. എവിടെ ചെയ്യുന്നത്? ഇവിടെ തന്നെയാണോ? അല്ല, ചേച്ചിയുടെ വീട്ടിലിട്ട് വീട്ടിൽ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവരും. എത്ര മണിയാകുമ്പോൾ നമ്മൾ ഓപ്പൺ ആവും? 11 മണി. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. എന്തൊക്കെയാ ഉള്ളത്? കണവ റോസ്റ്റ് ഉണ്ട്, കണവ റോസ്റ്റ് ഉണ്ട്, കക്ക ഇറച്ചി, ചില ദിവസം ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ചിക്കനൊക്കെ ഉണ്ടാവും, എരിശ്ശേരി ഉണ്ടാവും. കഞ്ഞിക്ക് അത് എല്ലാ കഞ്ഞിക്കും ഒപ്പം ഉണ്ടാവുമല്ലോ. എരിശ്ശേരി മുതിരയുണ്ട്, മുതിര ഉണ്ടാവും, മീൻ പച്ചക്കറി പോലെ വെച്ചിട്ടുള്ള കറിയുണ്ട്, കപ്പ ഉണ്ടാവും. ഇതാണ് ശരിക്കും പോലാണ് അല്ലേ? പഴങ്കഞ്ഞിക്കടയുടെ ആശയം മുന്നോട്ട് കൊണ്ടുവന്ന ചേച്ചിയാണോ? അതെ. എന്താ അങ്ങനെ ഒരു ഐഡിയ തോന്നിയോ? ഈ ഭാഗത്തൊന്നും ഇല്ലല്ലോ ഇത്. അതെ, സംരംഭമില്ല. ഞങ്ങളങ്ങ് അത് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതി എല്ലാ വിഭവങ്ങളും ആയിട്ടല്ലേ? അതെ. ഓരോ സാധനങ്ങളുടെ അവൈലബിലിറ്റി വെച്ചിട്ട് മീനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും അല്ലേ? അതെ. ഓ ശരി ശരി, സന്തോഷം. ഇനി ഒരാളും കൂടെ ഉണ്ടല്ലേ? അത് 3 പേരേ ഉള്ളോ? അല്ല, ഇതെല്ലാം ചെയ്തു തരുന്ന ആള് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒന്നും മുന്നിൽ വന്ന് നിൽക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ 3 പേരും വന്നിട്ടില്ലേ? അത് തന്നെ സന്തോഷം. എന്താണെങ്കിലും ഇവരുടെ കച്ചവടത്തെ ഒന്ന് ഉഷാറായി കൊടുക്കട്ടെ എല്ലാരും കൂടെ. ഇഷ്ടപ്പെട്ടു? കപ്പയും ഈ മുളകും എനിക്ക് വയ്യ. അടിപൊളിയാണ് കേട്ടോ, ഒന്ന് കഴിച്ചു നോക്കി. അത് എല്ലാ ചേരുവകളും ഒരുപോലെ ഇഷ്ടപ്പെട്ടു അല്ലേ? അടിപൊളിയാണ്. അപ്പൊ ഹരിപ്പാടുകാരെ പഴയ കൗൺസിലറാണോ? അത് ഇപ്പോഴത്തെ കൗൺസിലറാണോ? പഴയ കൗൺസിലർ തന്നെ പറയാണ് ചേച്ചിമാരുടെ കഞ്ഞി സൂപ്പർ ആണെന്ന് കേട്ടാ. അപ്പൊ എല്ലാരും വന്ന് തട്ടിക്കോ. ഓക്കെ, ശരി, സന്തോഷം. അപ്പൊ 3 പേരും കൂടെ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുക. എങ്ങനെയുണ്ട് കഞ്ഞി? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഐറ്റം കാര്യങ്ങളുണ്ടല്ലേ? ഓ, സൈഡായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്പെഷ്യലായിട്ട് കക്കാർച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടന് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സംരംഭമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ബിരിയാണിയുടെ പുറകിലായതുകൊണ്ട് ഈ പഴങ്കഞ്ഞിയൊക്കെ കഴിക്കാനുള്ള സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമുക്കിന്നൊരു വെറൈറ്റി ഭക്ഷണം ടേസ്റ്റ് ചെയ്യാം. സ്ഥലം നിങ്ങൾ മറന്നുപോണ്ട, ഹരിപ്പാടാണ്. ഹരിപ്പാടുകാരെ നോക്കി വെച്ചോ. മണ്ണാറശാലയിൽ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് പഴങ്കഞ്ഞിക്കട. പഴങ്കഞ്ഞിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ എന്തായിരിക്കും പഴങ്കഞ്ഞി എന്ന്. നമ്മുടെ ശരീരത്തിൽ ഡയറക്റ്റ് കിട്ടാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നൊരു കാര്യം കൂടിയാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ പഴങ്കഞ്ഞിലൂടെ കിട്ടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇതുണ്ട്, കണവ ഉണ്ട്, കണവ. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ സ്പെഷ്യലുകളുണ്ടാവും. കണവ, കക്കയിറച്ചി, മീൻകറി. അപ്പോൾ നമ്മുടെ ഹരിപ്പാട് ലൊക്കാലിറ്റിയിൽ പഴങ്കഞ്ഞി നോക്കുന്നവർക്ക് പറ്റിയൊരു കടയാണ് കേട്ടോ. പയറാണ്, ചില ദിവസം മുതിരയായിരിക്കും കേട്ടോ. ഉണക്കമീൻ. അപ്പം ബിരിയാണി സനിക്കൊരു ചേഞ്ച്, ഇനി പഴങ്കഞ്ഞി സനി. ബിരിയാണി സനി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഇന്ന് മുതൽ പഴങ്കഞ്ഞി സനി. ഇനി പഴങ്കഞ്ഞി കടകൾ പരിചയപ്പെടുത്താം. എന്തു പറയുന്നത്? അപ്പോൾ നിങ്ങൾ സ്ഥലം മറന്നുകൊണ്ട, ആലപ്പുഴ ജില്ലയിൽ മണ്ണാർശാല, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മണ്ണാർശാല സ്കൂളിന് തൊട്ടടുത്തായിട്ട് തന്നെ ചേച്ചിമാരുടെ പഴങ്കഞ്ഞിക്കട. വേറെ കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് കുഴയ്ക്കണം, എല്ലാം കൂട്ട് അങ്ങ് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് അതൊരു 1.5 സംഭവം കേട്ടോ. അയ്യോ, സൂപ്പർ.